ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ രാത്രി മുതൽ പ്ലാൻ ആക്കി തുടങ്ങിയാണ് എവിടേക്കെങ്കിലും തെറിക്കുക ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ രാത്രി മുതൽ പ്ലാൻ ആക്കി തുടങ്ങിയാണ് എവിടേക്കെങ്കിലും തെറിക്കുക. അങ്ങനെ രാത്രി എന്ന് പറയുന്നില്ല, വൈകുന്നേരം മുതൽ പ്ലാനിങ് തുടങ്ങിയിരിക്കണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പോയി, ഇപ്പോൾ ലാസ്റ്റ് ഒന്നും പറഞ്ഞില്ല, അങ്ങനെ പ്ലാനിങ് കഴിഞ്ഞ് ലാസ്റ്റ് രാത്രി പോകാമെന്നല്ല, വയനാട്ടിലേക്ക് പോകാമെന്നുള്ള ചായയിൽ എല്ലാവരും ബാഗ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ലാസ്റ്റ് പോക്ക് ഒരു 4 മണിക്ക് മാറ്റി വെച്ച്. 4 മണിക്ക് 4 മണിക്ക് ആരും നീച്ചില്ല. എന്ത് ചെയ്ത് ഇത് രാവിലെ ഇപ്പോൾ ഇതാ ഓരോരുത്തർക്ക് വിളിക്കാണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ വയനാട്ടിലേക്കല്ല, ഞങ്ങൾ ബേപ്പൂര് എവിടെ ഉണ്ട് ബേപ്പൂർ ചാലം ബീച്ചിലുണ്ട്. ഇനി ഇവിടുന്നായിട്ട് തെറിക്കുമെന്ന് വിചാരിക്കണേ, എന്താ എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ജങ്കാറ് കയറി നേരെ ബേപ്പൂർക്ക്. ജങ്കാറിലെ കാഴ്ചകളൊന്നും പറയണ്ടല്ലോ, അത്യാവശ്യം അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു അടിപൊളി കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ബേപ്പൂർ ഇറങ്ങി ഇറങ്ങിയ പാടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ കയറി ചായ വെള്ളം കുടിച്ച് നാസ്ത അവിടെ നിന്ന് നാസ്ത കഴിച്ച് നേരെ ഇറങ്ങി പ്ലാനാക്കി കക്കടംപൊയിൽ പോകാൻ. അങ്ങനെ ഒന്നും നോക്കിയില്ല, നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടി എടുത്ത് ഒറ്റപ്പെടുത്താം കക്കടംപൊയിൽ പിടിച്ച്. കക്കടംപൊയിക്ക് പിടിക്കാന്ന് പറഞ്ഞാൽ കക്കടംപൊയിൽ എത്തിയത് തന്നെ വലിയ കിട്ടില്ല. കാരണം ഇന്നലെ ഒരു വൈകുന്നേരം നേരത്തെ പ്ലാനിങ് തുടങ്ങിയതാണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളത് പറയല്ല, പ്ലാനിങ് ചെയ്തൊരു പരിപാടി നടക്കില്ല കേട്ടോ. ഒറ്റ മൈൻഡ്, ഇപ്പോൾ പോവാന്ന് പറഞ്ഞാൽ അപ്പോൾ പോവാ, ആരൊക്കെ ഉണ്ട്, അങ്ങനെ പോയി. അല്ലാണ്ട് പോക്ക് വളരെ ചുരുക്കമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ ഇന്നലെ വൈകുന്നേരം ആ ഒരു പ്ലാനിങ് കണ്ടപ്പോൾ പോയി എന്ന് വിചാരിച്ച്. എവിടെയൊക്കെ പ്ലാനിങ് നോക്കി, വലിയ പ്ലാനിങ് ഇനി ബൈക്കുമ്പോൾ തന്നെയാണ്. ബൈക്ക് ഇനി ട്രെയിന് ഉണ്ട്, പറഞ്ഞുതരാം. എങ്ങനെയാ വെച്ചാൽ ആദ്യമൊക്കെ അങ്ങനെ പറഞ്ഞിങ്ങനെ നമുക്ക് ഇവിടെ വലിയ പ്ലാനിങ്, അതായത് ഏറുവാടി, നാവൂർ, മുത്തുപ്പേട്ട അങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നത്. അങ്ങനെ പ്ലാനിങ് ഒക്കെ സെറ്റാക്കി കണ്ട് ലാസ്റ്റ് പിന്നെ അത് പ്ലാനിങ് മാറ്റി ഗോവ ആക്കി, പിന്നെ അത് പ്ലാനിങ് കർണാടക ആക്കി, പിന്നെ ഗുണ്ടൽപേട്ടാക്കി, വയനാടാക്കി. ലാസ്റ്റ് വയനാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു എല്ലാവരും. വയനാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ടാകുന്നതിനുള്ള പ്രതീക്ഷയിൽ രാത്രി സെറ്റാക്കി. പിന്നെ അങ്ങനെ ഓരോരുത്തർ വിളിച്ചപ്പോൾ ഓരോരുത്തർ വലിയ തുടങ്ങി. പിന്നെ ലാസ്റ്റ് പ്ലാനാക്കി കഴിഞ്ഞപ്പോൾ രാത്രി പോകാമെന്നൊക്കെ പറഞ്ഞൊരു കഥ. ഇനി എന്തായാലും അത് പോട്ടെ, പ്ലാനിങ് ഇട്ട് പരിപാടി നടക്കില്ല എന്നല്ല, വളരെ ചുരുക്കം നടക്കുള്ളൂ. എന്നാലും ഇപ്പോൾ കക്കടംപൊയിലേക്ക് പോകണ വയ്യും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നമുക്ക് ആ ഒരു വൈബ് കിട്ടിയിട്ടാണ്. കാരണം രണ്ട് സൈഡും മരവും കാര്യങ്ങളും, പിന്നെ ചെറുമാരി മട്ടത്തിലുള്ള ചുരവും, ഒരു പ്രത്യേകതരം എന്താ പറയുക, എന്താ പറയുക, പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാഴ്ചകളും കാര്യങ്ങളും. പിന്നെ ഉച്ച ടൈമായതുകൊണ്ട് ഞങ്ങൾ നല്ല ചൂടൊക്കെ പ്രതീക്ഷിച്ചു, വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ചൂടൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ വെയിൽ തന്നെ ഉള്ളൂ, വെയിലത്ര ചൂടൊന്നുമില്ല. നല്ല തണുത്ത ഒരു എന്താ പറയുക, ആ ഒരു മഞ്ഞല്ലെങ്കിലും തണുപ്പ് ഫീൽ ചെയ്യുക. വെയിലിൻ്റെ ചൂടില്ലാത്തതുകൊണ്ട് തണുപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടൊരു വെറൈറ്റി തന്നെ. എന്താ പറയുക, രണ്ട് സൈഡും കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട്, കോടൊന്നും ഇല്ലെങ്കിലും ഒരു പ്രത്യേകതരം തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത് മുതലേ തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത്ര തന്നെ. പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു രസമല്ലേ. അതായത് ഇതൊക്കെ അനുഭവിച്ചറിയണം. എങ്ങനെ ഈ പ്ലാനിങ് ചെയ്തിട്ട് നടക്കാത്തതും പിന്നെ പെട്ടെന്നുണ്ടായിട്ടുള്ള പോക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അനുഭവിച്ച് തന്നെ അറിയണം. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ പറയാന്ന് വെച്ചാൽ അതങ്ങനെ തന്നെയാണ്. വമ്പ ടിസ്റ്റ് നോക്കാം, ടിസ്റ്റ് ഞാൻ പറയില്ല, ആള് വരുമ്പോ പറഞ്ഞതാ. ഇല്ലല്ല, അത്രക്കും വിവരമില്ല അവർക്ക്. ഇർഫാനെ അത്രക്കും വിവരമില്ല. ഇവരെ രണ്ടുപേരും കാത്തുനിന്നിട്ട് ഞങ്ങൾ ആദ്യം ലൊക്കേഷനിൽ എത്തിക്കണേ. ഇവർ വേറെ എവിടെയോ ചെന്നിട്ട് പറയണേ, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരി, ഞങ്ങൾ ഇവിടുന്ന് എത്താൻ 2 കിലോമീറ്റർ ഉള്ളൂ, നിങ്ങൾ ഇങ്ങോട്ട് എത്തിയാൽ ഏകദേശം 2 കിലോമീറ്റർ എടുക്കും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ
ഞങ്ങളിപ്പോൾ കറക്റ്റ് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓര് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞ് നിൽക്കണ്. ഓര് നമ്മൾ അങ്ങോട്ട് വിളിച്ചു, നമ്മൾ അങ്ങോട്ട് പോയാൽ എങ്ങനെ അവസ്ഥ എന്നുള്ള ആലോചിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ ഒരാൾക്ക് ഇത്ര 40 ഉറുപ്പിക എന്താ ഫീ ഉണ്ട്. എന്നാലും ഉള്ളിലുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇനി ഇങ്ങോട്ട് ഇനി ഫുള്ള് കണ്ടു നോക്കി ഉള്ളിൽ 40 ഉറുപ്പിക്കുള്ള മുതലുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. റേഞ്ചുള്ള ഫോണ് ഷൂട്ട് ചെയ്യില്ല. Muhyiddin. ഞാൻ ആ കുട്ടിനെ പിടിച്ചില്ല. ആ കുട്ടിനെ പിടിച്ചപ്പോൾ കുട്ടീൻ്റെ മേത്തൊക്കെ എമ്മാതിരി തണുപ്പോ ഇതങ്ങനെ ആക്കി. വെള്ളത്തിന് നല്ല തണുപ്പൊന്നുമില്ല. ഇറങ്ങണേ അറിയിക്കോ, ഞാനതിന് തടസ്സം നിൽക്കുന്നു. തണുപ്പ് എൻ്റെ മോനെ, എനിക്കൊരു തണുപ്പെന്നറിയോ. എൻ്റെ മോനെ സീന്. എങ്ങനെ ഒന്നുകൂടി പറ. ഒരു പാറമ കയറാനുള്ള അതിസാഹസികമായിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി എന്നാണ് പോണു. ചെക്കന്മാർക്കാ പോണു. എന്താ ബാക്കി വാടാ പോവാ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡും കഴിച്ച് ചോറും കഴിച്ചുകൊണ്ട് നേരെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇറങ്ങി. പിന്നെ കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ദാഹമുണ്ടായപ്പോൾ ഒരു കരിമ്പ് ജ്യൂസും കുടിച്ചുകൊണ്ട് ഞാൻ നേരെ പള്ളിക്ക് പോയി നിസ്കാരം കഴിഞ്ഞ് നേരെ നാട്ടിൽ. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ഇത് അടുത്ത വീഡിയോയിട്ട് നാളെ കാണാം. ബൈ ബൈ.